എറണാകുളത്തേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, എറണാകുളത്തെ സംബന്ധിച്ച് കിഴക്കൻ മേഖലയാണ് ഏറ്റവും പ്രശ്നബാധിതമായിട്ടിരിക്കുന്നത്. അവിടെയാണ് വലിയ പ്രശ്നങ്ങൾ, ഇപ്പോൾ വലിയ ദുരിതം ഇപ്പോഴും ജനങ്ങൾ അനുഭവിക്കുന്നത്. കോതമംഗലത്തൊക്കെ വലിയ വെള്ളക്കെട്ടുകൾ ഇപ്പോഴും ജനജീവിതം ദുസ്സഹമാക്കുന്നുണ്ട്. എന്താണ് ജില്ലയിലെ ആകെയുള്ള സാഹചര്യം? ഒപ്പം തീരമേഖലയുമായി ബന്ധപ്പെട്ട് ആദ്യ ദിവസങ്ങളിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കൂടുതൽ ക്യാമ്പുകൾ തുറക്കേണ്ടുന്ന സാഹചര്യമാണോ? എന്താണ് അധികൃതർ നൽകുന്ന വിവരം? എന്തായാലും ആ ജില്ലയിൽ ഒരു മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എറണാകുളം ജില്ലയിലുള്ളത്. പൊതുവിൽ നഗരത്തിലേക്കും കേന്ദ്രീകൃതമായിട്ട് വരുമ്പോൾ ആ രീതിയിലുള്ളതാണ്. പക്ഷേ കിഴക്കൻ മേഖല, പ്രത്യേകിച്ച് കോട്ടയത്തോട് അടുക്കുന്ന കിഴക്കൻ മേഖലകളിലെല്ലാം മഴ സജീവമായി ഒരു രാവിലെ വരെയും തുടർന്നതാണ് സാഹചര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് മൂവാറ്റുപുഴയും കോതമംഗലവും ഉൾപ്പെടുന്ന മേഖലകളിലാണ് ഇത്തരം ഒരു ബുദ്ധിമുട്ടുകൾ കൂടുതൽ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ഈ മേഖലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കം കൂടുതൽ തുറക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 7 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ ആകെ തുറന്നിട്ടുള്ളത്. അതിൽ കോതമംഗലത്തും മൂവാറ്റുപുഴയുമായി 6 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 34ഓളം വീട്ടുകാരെ ഇവിടുന്ന് ഈ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 102 ആളുകളാണ് ഈ ക്യാമ്പുകളിലായിട്ടുള്ളത്. ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ഈ താലൂക്കുകൾക്ക് പുറത്തായിട്ടാണ് തുറന്നിരിക്കുന്നത്. എന്തായാലും ജില്ലയിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പെരിയാറിലെ ഒഴുക്ക് ഗണ്യമായ രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ മേഖല, എറണാകുളം നഗരത്തിലേക്ക് വരുന്ന മേഖലകളെല്ലാം തന്നെ ഈ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്ന് വളരെയധികം മാറിയിട്ടുണ്ട്. പക്ഷെ കിഴക്കൻ മേഖലയിലുള്ള ഒരു പ്രശ്നങ്ങൾ തുടരുകയാണ്. പ്രത്യേകിച്ച് മൂവാറ്റുപുഴയിലും കോതമംഗലം പല മേഖലകളിലുമായിട്ട് തന്നെ വെള്ളം കയറിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മൂവാറ്റുപുഴയിൽ ഇലാഹിയ നഗർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ രീതിയിൽ തന്നെ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന സ്ഥിതിയിലേക്ക് അടക്കം പോയിരുന്നു. അതുകൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചാണ് കൂടുതലായും തന്നെ നടക്കുകയും ചെയ്തത്. ഈ മൂവാറ്റുപുഴ ആറിന് പുറമെ തന്നെ കാളിയാറിൽ നിന്നുള്ള വെള്ളവും ഇവിടേക്ക് കയറുന്നു. ഇതിന്റെ ഒരു അളവ് കൂടുതലാവുന്നതാണ് മൂവാറ്റുപുഴയിൽ സ്ഥിതിഗതികൾ കൈവിടാനായിട്ട് ഒരു കാരണം. ഇലാഹിയ നഗറും കൊച്ചങ്ങാടിയും പോലുള്ള മേഖലകളിൽ ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടി വലിയ രീതിയിലേക്ക് വെള്ളം കയറുകയായിരുന്നു. കനത്ത മഴയും ഒപ്പം തന്നെ ഇടുക്കിയിൽ നിന്നുള്ള വെള്ളത്തിന്റെ വരവും, ഈ ആറുകളിലൂടെയുള്ള വെള്ളത്തിന്റെ വരവുമാണ് വലിയ രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തായാലും അവിടെയും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം സജീവമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ മഴ കുറഞ്ഞു നിൽക്കുന്നത് ഈ മേഖലയിൽ കുറച്ചൊരു ആശ്വാസം നൽകുന്നുണ്ട്. ശരി, ഡാനിപ്പോളാണ് എറണാകുളം ജില്ലയിലെ ആകെയുള്ള ഒരു സാഹചര്യം വിശദീകരിച്ചത്. കൂടുതൽ ക്യാമ്പുകളൊക്കെ തുറക്കാനുള്ള നിർദ്ദേശങ്ങളും നടപടികളും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഡാനിപ്പോൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.